കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. പൈങ്കുളം മുല്ലക്കാവ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടന്നു. തുടർച്ചയായി 8ാം വർഷമാണ് കഞ്ഞി വിതരണം നടത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ ചെയർമാൻ MC രാമചന്ദ്രൻ, പ്രസിഡന്റ് ഉദയൻ തടവരമ്പ്, സെക്രട്ടറി NA നാരായണൻകുട്ടി, ഗജാഞ്ചി MU ജിഷ്ണു, KC പ്രജിത്ത്, PA വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തങ്കമ്മ മുട്ടത്തിൽ, സുലോചന കുളങ്കം, ശൈലജ പണിയാൽ തൊടി എന്നിവരാണ് ഔഷധക്കഞ്ഞി പാചകം ചെയ്തത്. പൈങ്കുളം മുല്ലക്കാവ് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഔഷധക്കഞ്ഞി വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർക്കിടകം 1 മുതൽ 7 ദിവസം കർക്കിടകക്കഞ്ഞി ഇവിടെ വിതരണം ചെയ്യും. ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നതാണ്. 8ാമത് വർഷമാണ് ഈ ഔഷധക്കഞ്ഞി വിതരണം ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മാസം തന്നെ നാലമ്പല ദർശനവും ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രക്ഷാധികാരി, ചെയർമാൻ എന്നിവരെല്ലാം ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് ഇവിടെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. 15ഉം 16ഉം ദിവസം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാനുള്ള സ്പോൺസർഷിപ്പ് വരുന്നുണ്ടെങ്കിലും ഇവിടെ അത് പരിമിതപ്പെടുത്തി 7 ദിവസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ വർഷവും മുടക്കം കൂടാതെ നൽകണം എന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ഉദ്ദേശം. എല്ലാ വർഷവും കൂടി വരിക. എന്നാലും ഇപ്പോൾ കുറച്ച് പേർക്ക് തികഞ്ഞില്ല, അത്രയും ആളുകൾ കൂടി വരികയാണ്. ഏകദേശം 15 അങ്ങനെ 1.5 പറ അരിയുടെ ഔഷധക്കഞ്ഞി വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെപ്പിനിവിടെ നേതൃത്വം വഹിക്കുന്നത് മുട്ടത്തിൽ തങ്കമ്മ ബാലകൃഷ്ണൻ എന്നവരും, അതുപോലെ തന്നെ കുളങ്കര രാജുഭാര്യ സുലോചന എന്നിവരും, അതുപോലെ തന്നെ ശൈലജ പണ്ടിയാൽ തൊടി എന്നിവരും കൂടിയാണ് അതുപോലെ തന്നെ കൂടെ കമ്മിറ്റിക്കാരും ഉൾപ്പെട്ടാണ് ഈ ഔഷധക്കഞ്ഞി പാകം ചെയ്യുന്നത്. കേരള ആയുർവേദ സമാജത്തിലെ മരുന്നാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതെല്ലാ വർഷവും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഷൊർണൂർ ആയുർവേദ സമാജത്തിലെ മരുന്നാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് 7 ദിവസവും ഇവിടെ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. അതുപോലെ തന്നെ ഔഷധക്കഞ്ഞിയുടെ കൂടെ നമ്മൾ ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ നൽകുന്നത് പയർ തോരനാണ്. പയറും കായും കൂടിയുള്ള തോരനാണ് നൽകുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ.